വിജയൻ നമ്മളൊന്നും വിചാരിച്ചതുപോലെ അങ്ങനെ ചെറിയ മീനല്ല. അതൊരു ബിഗ് ഫിഷാണ്. എല്ലാ കള്ളത്തരങ്ങളുടെയും ഒരു കൊടും കൂടാരം. അത് ഓരോന്നായി പൊട്ടിച്ചെടുക്കാനാണ്, ഓരോന്നായി അഴിച്ചെടുക്കാനാണ് SFIO ശ്രമിക്കുന്നത്. ഇത്രയും നാൾ വീണ മൗനത്തിലായിരുന്നു. എന്ത് ചോദിച്ചാലും ഒന്നിനും മറുപടിയില്ല. എക്സാലോജിക്കിനെ കുറിച്ച് ഇതിനു മുന്നേയും പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും വീണക്കുട്ടി മൗനത്തിലായിരുന്നു. SP ജോർജ് ജോസഫ് പറയുന്നത് പോലെ വീണ വിജയൻ പഠിച്ച കളിയാണ്. കാരണം എക്സാലോജിക്കിന്റെ പടിവാതിൽക്കൽ SFIO എത്തിയപ്പോൾ വീണ വിജയൻ നെട്ടോട്ടം ഓടിയത് അങ്ങ് കർണാടക ഹൈക്കോടതിയിലേക്കാണ്. അതായത് CMRൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് SFIO ശേഖരിച്ചത്. ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ, തൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ കോടതി കനിയണം. ഒപ്പം അച്ഛനെയും ഭർത്താവിനെയും രക്ഷിക്കണം. കാരണം ഈ പണം എങ്ങോട്ട് പോയി, മാസപ്പടിയായി വാങ്ങിയ പണം എന്ത് ചെയ്തു, അത് ആരിലൊക്കെ ഒഴുകി, എന്തിനാണ് ആ പണം വാങ്ങിയത്, ഇതിന് വീണമോൾ എങ്ങനെയായാലും ഉത്തരം പറഞ്ഞേ മതിയാകൂ. എത്ര കള്ളങ്ങൾ നിങ്ങൾ പഠിച്ചു വച്ചാലും മുഖ്യമന്ത്രിയുടെ മകളെന്ന പദവി നിങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ മാസപ്പടിയായി നൽകാത്ത സേവനത്തിന് പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസി അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് SP ജോർജ് ജോസഫ് മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ അത് ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടതും കൂടിയാണ്. റിട്ടയർഡ് SP ജോർജ് ജോസഫിന്റെ വാക്കുകളിലേക്ക്. എക്സാലോജിക്കിന്റെ ഉടമസ്ഥ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ SFIOക്ക് എതിരായിട്ടാണ്. ആ SFIO കേരളത്തിൽ ഇപ്പം CMRൽ വന്ന് 2 ദിവസം പരിശോധന നടത്തി. KSIDCയിൽ 1 ദിവസം പരിശോധന നടത്തി. ചില അപാകതകളൊക്കെ കണ്ടെത്തി. അതിനുശേഷം എക്സാലോജിക്കിനെ അതിൻ്റെ ഉടമസ്ഥയെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കറിയാം, എക്സാലോജിക്കിന് 1,72,00,000 അനധികൃതമായി CMRൽ കൊടുത്തു. CMRൽ എന്ന് പറയുന്നത് കരിമണൽ ആലപ്പുഴ ഭാഗത്തുനിന്നും കൊല്ലം ഭാഗത്തുനിന്ന് കരിമണൽ കൊണ്ടുവന്നു റൂട്ടയിൽ ഉണ്ടാക്കി അവർ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിന് വിദേശത്തു നിന്ന് ധാരാളം ഫണ്ട് വരും. CMRൻ്റെ ഡയറക്ടർ കർത്തായാണ്. ധാരാളം പണം വന്നു ചേരും. കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്ത്, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമുള്ള ഈ കരിമണൽ ലോകത്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റൂട്ടയിൽ വളരെയധികം പ്രോഡക്റ്റിന് ആവശ്യമുള്ള ഘടകമാണ്. അപ്പോൾ അതിന് വിദേശത്ത് നല്ല ഡിമാൻഡുണ്ട്. വലിയ പ്രൈസിനെ വിറ്റ് പണം ധാരാളം വരുന്നു. CMR വരുന്ന പണം സർക്കാരിൻ്റെ KSIDCക്ക് അതിനകത്ത് 14% ഷെയറുമുണ്ട്. അതുകൊണ്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ ഒരു പാർട്ട്ണർ, KSIDCയുടെ 14% ഷെയറുള്ള ഒരു കമ്പനി തന്നെയാണ് CMRൽ. സ്വാഭാവികമായിട്ട് സർക്കാരിന് മുടക്കിയ പൈസയ്ക്ക് അവിടെ നിന്ന് പണം, അതിൻ്റെ പ്രോഫിറ്റ് വരണം. പക്ഷേ ഇപ്പം CMRൻ്റെ അവിടെ നിന്ന് വീണ വിജയനും PV എന്ന് പറഞ്ഞ ഒരാൾക്കും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയക്കാർക്കും എല്ലാ പാർട്ടിയിലുള്ളവർക്കും അവിടുന്ന് പണം ലഭിച്ചുകൊണ്ടിരുന്ന 12 പേരുടെ ലിസ്റ്റ് CMRൽ പുറത്തുവിട്ടു. ഇതിൻ്റെ എക്സാലോജിക്കിനെ പറ്റിയ ആരോപണങ്ങൾ വെളിയിൽ വന്നപ്പം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആദ്യം തുടക്കത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനി ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തി. കർണാടക, പോണ്ടിച്ചേരി, കേരളത്തിലുള്ള റീജിയണലായിട്ടുള്ള രജിസ്ട്രാർ, സെൻട്രൽ ഗവൺമെൻറ്റിലെ 3 രജിസ്ട്രാർമാർ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിനകത്ത് ചില ഫ്രോഡ്, ചില സംഭവങ്ങൾ സംശയിക്കുന്നതായി പറഞ്ഞിട്ട് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക്, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കൊടുത്തു. അവരാണ് CMRലും KSIDCയിലും വന്നത്.
ഇനി അവരുടെ ടേണ് എക്സാലോജിക്കിലെ ഉടമസ്ഥയെ ചോദ്യം ചെയ്യണം. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കർണാടക ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതി ഷോൺ ജോർജ് ആദ്യം ഒരു കേസ് കൊടുത്തിരുന്നു. അത് കോടതി പരിഗണിച്ചു. ആ കോടതിയിലെ ഓൺലൈനായിട്ട് ഡൽഹിയിലുള്ള സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ CS വൈദ്യനാഥിനെ കൊണ്ടുവന്നു ഗവൺമെൻറ്. ആ വൈദ്യനാഥ് 25 ലക്ഷം രൂപ KSIDC കൊടുത്തു. അടുത്ത ഒരു അപ്പിയറൻസ് കൂടെ ഉണ്ട് 12-ാം തീയതി. ആ 12-ാം തീയതി അടുത്ത 25 ലക്ഷം കൂടെ കൊടുക്കണം. എങ്ങനെ പോയാലും സർക്കാരിൻ്റെ ഷെയർ 1 കോടി ചില്ലുവാനേ ഉള്ളൂ. ഈ CMRL ഏകദേശം അത്രയും തന്നെ ഫീസ് കൊടുക്കുകയാണ്, അത്രയും തന്നെ വക്കീൽ ഫീസ് കൊടുക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഇപ്പം വന്ന് നമ്മൾ നോക്കുമ്പോൾ KSIDCയിൽ അവർക്ക് CMRL അത്രയും ഷെയർ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ഒരു ഡയറക്ടറെ അങ്ങോട്ട് വിടണം. ഒരു ഡയറക്ടർ അവിടെ പോയി അവരുടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ആ ഡയറക്ടർക്ക് TADA മറ്റ് സൗകര്യങ്ങളെല്ലാം കിട്ടും. CMRL ആയതുകൊണ്ട് ചെറിയ പോക്കറ്റ് മണി നല്ല തുക കിട്ടും എന്ന് ഞാൻ കരുതുന്നു. ഈ ഡയറക്ടർ പിന്നാലെ മറ്റ് 2 ഡയറക്ടർമാരും കൂടെ KSIDCയിൽ അവിടെ പോയി. ആദ്യത്തെ ഡയറക്ടർ റിട്ടയർ ചെയ്തു, എന്നാലും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. രണ്ടാമത്തെ ഡയറക്ടർ പോയി, അങ്ങേര് റിട്ടയർ ചെയ്തു, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. മൂന്നാമത്തെ ആളും പോയി. 3 പേരും റിട്ടയർ ചെയ്തവരാണ് ഇപ്പോൾ അവിടെ ഉള്ളവർ. അവർക്ക് സർക്കാർ സർവീസിൽ തുടരാൻ അവകാശമില്ല. CMRL അവിടെ ഡയറക്ടർ ബോർഡിൽ നിൽക്കാനും അവർക്ക് അവകാശമില്ല. ഇപ്പോൾ 4ാമതൊരാളെ ഇവിടുന്ന് പറഞ്ഞയച്ചു, അത് അങ്ങേരും അവിടെ ചെന്നിരിക്കുന്നു. അപ്പം 4 പേര് ഡയറക്ടർമാരവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ 4 പേരും അവിടുന്ന് പണം പറ്റുന്നു, അത് കണ്ടെത്തിയിട്ടുണ്ടാവണം. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിച്ചു. KSIDCയുടെ ബാലൻസ് ഷീറ്റും മറ്റേത് മറിച്ച് ചോദിച്ചപ്പോൾ KSIDC ഹൈക്കോടതി പോയി. ഇപ്പം അതിൻ്റെ ബാക്കി പത്രമായിട്ട് എക്സാലോജിക്ക് ബാംഗ്ലൂർ രജിസ്റ്റർ ആയതുകൊണ്ട് അവിടെ നിന്നും എക്സാലോജിക്കിന് നോട്ടീസ് പോയി. വീണ വിജയനെ അപ്പിയർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അവർ സുപ്രീം കോടതി അഭിഭാഷകനെ ഉപയോഗിച്ചിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. എന്താണ് കേസെന്ന് അവർക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇപ്പോൾ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അത് അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് കോടതി തനിക്കെതിരായിട്ടുള്ള കേസ് എന്താണെന്ന് അവരറിയണം, അവരെന്ത് കണ്ടെത്തിയെന്നറിയണം, അത് വെളിപ്പെടുത്തണം. അതാണ്. അതുകൊണ്ട് ഈ അന്വേഷണം റദ്ദ് ചെയ്യണം. ഇതാണ് ഇപ്പം കർണാടക ഹൈക്കോടതിയിലെ എക്സാലോജിക്കിൻ്റെ വീണ വിജയന് വേണ്ടി ഹാജരായ വക്കീലിൻ്റെ വാദഗതി. അപ്പോൾ ഇതിനകത്ത് പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏത് കമ്പനി ആയിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ മകളായിക്കോട്ടെ, അല്ലെ വേറൊരു മന്ത്രിയുടെ മകളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഒരു കമ്പനി അവരുടെ കോർപ്പറേറ്റ് കമ്പനിയിൽ കുറേ പണം ഇട്ട് കൊടുക്കുകയാണ് എല്ലാ മാസവും. 1,72 ലക്ഷം രൂപ വന്നു. അത് കൃത്യമായിട്ട് CMRL വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ചെയ്യുന്ന സർവീസിനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സർവീസ് ചെയ്താലും ചെയ്തില്ലേലും ഒരു കമ്പനി എൻ്റെ പേരിൽ കുറേ പണം അയച്ചു തന്നാൽ അതൊരു കുറ്റമല്ല. കമ്പനിക്ക് അതൊരു കംപ്ലൈൻറ്റ്. ഞാനൊരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത്, ചെയ്തു തന്നില്ലെങ്കിൽ ചീറ്റിംഗ് ആയി കമ്പനി എനിക്കെതിരായിട്ട് പരാതി കൊടുത്താൽ നിലനിൽക്കും. പക്ഷെ ഇപ്പോൾ കമ്പനിക്ക് വീണ വിജയനെതിരായിട്ട് യാതൊരു പരാതിയില്ല. അവിടുന്ന് 1,72 ലക്ഷം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പണം അവർ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനീസ് ആക്ട് പ്രകാരം CMRL അങ്ങനെ പണം പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിൻ്റെ GST അടച്ചേ പറ്റൂ. സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ GST കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അത് CMRL തന്നെ വീണ വിജയന് വേണ്ടി അടച്ചു. അപ്പോൾ ആ കുറ്റം അവർ 2 പേരും ഒഴിവായി. ഇനി മറ്റൊരു 1,72-നകത്ത് GST അടച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ പണത്തിന് അതവർക്ക് വരുമാനമാണ്. അത് സർവീസ് ചെയ്തില്ലെങ്കിലും വെറുതെ ഇട്ട് കൊടുത്താലും ആ പണത്തിന് ഇൻകം ടാക്സ് കൊടുക്കണം. 3 ലക്ഷം രൂപ ഒരു സ്ത്രീക്ക് അവരുടെ മൊത്തം വരുമാനത്തിൽ ഒരു വർഷം 3 ലക്ഷം രൂപയുടെ ഇളവുണ്ട്. അപ്പോൾ ഇവിടെ 2-3 വർഷം കൊണ്ട് 1,72 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ ഏകദേശം 54 ലക്ഷം രൂപ ഒരു വർഷത്തെ വരുമാനം അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ 3 ലക്ഷം കഴിഞ്ഞ് ബാക്കിയുള്ളതിന് അവർ ടാക്സ് അടയ്ക്കണം. ആ ടാക്സ് അടയ്ക്കാൻ ഇപ്പോൾ 2-3 വർഷം താമസിച്ചാൽ അത്
ടാക്സിൻ്റെ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി ചേർത്ത് അവരെ അടച്ചാൽ അവരതിൽ നിന്ന് രക്ഷപ്പെടാനാണ് സാധ്യത. മറ്റൊരു ട്രാൻസാക്ഷൻ ഇതുവരെ വെളിയിലോട്ട് വന്നില്ല. നിയമപരമായി നമ്മൾ നോക്കുമ്പം അവരെ വിളിക്കാം, അവരെ ചോദ്യം ചെയ്യാം, അവരെ പറഞ്ഞു വിടാം. പക്ഷെ ഒരു കുറ്റത്തിന് അവരെ ബുക്ക് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഒഫൻസ് ക്ലീനായിട്ട് റിവീൽ ചെയ്യണം. അത് ഇതുവരെ വെളിയിലോട്ട് വന്നില്ല. ആരോപണം ഉണ്ടെന്നല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ പണം അത് വെറുതെ കിട്ടിയാലും സർവീസ് ഇല്ലാതെ കിട്ടിയാലും സർവീസ് ചെയ്ത് കിട്ടിയാലും ശരി, അതിനകത്ത് ആ കമ്പനിക്കാർ അവർക്കെതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് പറയുന്നില്ല. അവർക്ക് കിട്ടിയ പൈസ അതൊരു ഒഫൻസും അല്ല. അതിന് തക്കതായ GSTയും ഇൻകം ടാക്സും കൊടുത്താൽ ആ പ്രശ്നം തീരാനാണ്. അല്ലാത്ത ഒരു കാര്യങ്ങളും ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോഴത്തെ അവരുടെ നീക്കം കർണാടക ഹൈക്കോടതിയിൽ അവർ ഇന്ത്യയിൽ ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന് ഇതിലേക്ക് അവരുടെ വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഈ നിയമപ്രശ്നം അല്ലാതെ മറ്റൊന്നും ഇപ്പം കാണാനോ വെളിയിൽ വരാനോ ഇപ്പം നമ്മളെക്കാരുടെ ശ്രദ്ധയിൽ വരുന്നില്ല. ഇതാണെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാം, അവരെ വിട്ടയക്കേണ്ടി വരും, അവരെ അറസ്റ്റ് ചെയ്യാനും സാധ്യത വളരെ ബ്ലീക്കാണ്, വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.